ഇന്ന് നമുക്കേ മാങ്ങാച്ചാർ ഉണ്ടാക്കാം. 4 മാങ്ങ ഞാൻ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, 30-40 മിനിറ്റൊക്കെ. പിന്നെ അത് ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് കേട്ടോ. 2-2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാദാ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീഞ്ചട്ടി ചൂടായിട്ട് ഇടുമ്പോൾ അത് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അച്ചാറിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. എന്താണെന്ന് വെച്ചാൽ അച്ചാറിന് പച്ച മുളക് പൊടിയുടെ കുത്തിനേക്കാൾ ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. പിന്നെ അതിൽ കായം വറുത്ത് പൊടിച്ചതും ഉലുവ വറുത്ത് പൊടിച്ചതും കായം പച്ചക്കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ അതും ഇതിൽ കിടന്ന് ചൂടാവുമല്ലോ, അങ്ങനെ അതും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാർ പൊടി ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇങ്ങനെ അച്ചാറിടുക. അല്ലെങ്കിൽ അച്ചാർ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അച്ചാർ പൊടി ഇട്ടിട്ട് അച്ചാറിടും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യത്തിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വെറുതെ മാങ്ങ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വെറുതെ കൈ കൊണ്ട് തന്നെ വെളിച്ചെണ്ണ വെച്ച് കുഴച്ചിട്ടുള്ള ഒരു മാങ്ങ അച്ചാർ. അപ്പോൾ നമ്മൾ പലതരത്തിലിടുമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഇടുന്നത്? അപ്പോൾ അത് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ ചൂടോടക്കനെ തന്നെ നമ്മൾ ഈ ബൗളിലേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും നോക്കിയിട്ട് ഇടാന്ന് വെച്ചാൽ കുറച്ചും കൂടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ബൗളിൽ നിറഞ്ഞ് മാങ്ങ, അപ്പോൾ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ, നന്നായി എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കൊണ്ട് തന്നെ അത് ആ ഉപ്പിൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നന്നായി മിക്സ് ആക്കുക. പിന്നെ നല്ലെണ്ണയിലാണ് ചെയ്യണത്. നല്ലെണ്ണ ഒരു ചെറിയ കുപ്പിയുള്ള ഒരു 3/4 ഭാഗമൊക്കെ നല്ലെണ്ണ വേണ്ടു. അപ്പോൾ ഇത് ഇത്തിരി മൂവാണ്ട മാങ്ങ തന്നെയാണ്, പക്ഷേ ഇത്തിരി എന്തായിട്ടുണ്ട്, മഞ്ഞ കളർ വന്നിട്ടുണ്ട്, മൂപ്പായിട്ടുണ്ട്. അത് കാരണം ഇത്തിരി ശുർക്കയും കൂടി ഒഴിക്കണം, നല്ലതാണ് ആ പുളിയൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ചീഞ്ചട്ടിയിൽ തന്നെ ഞാൻ ആ മുളകും കൂടി എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, മുളക് അതല്ലാതെ ഇടുന്നുണ്ട്. കാരണം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തന്നെ എടുത്ത് കൊണ്ടുപോയി കഴിക്കും ചോറിൻ്റെ ഒപ്പം എന്നല്ലാണ്ട്. അപ്പോൾ ഇത്തിരി എരിവ് കൂടുതൽ തന്നാൽ പിന്നെ അങ്ങനെ വാരി കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ ഇത്തിരി എരിവൊക്കെ വേണം ഇവിടെ എല്ലാവർക്കും. പിന്നെ അവസാനമായി ആർക്കും വേണ്ട, അതങ്ങനെ പൂപ്പലൊക്കെ വന്ന് കളയിലാവും. പിന്നെ ഏറ്റവും അവസാനം അങ്ങനെ ആർക്കും വേണ്ട, ആദ്യമായിട്ട് ഇരിക്കും. അപ്പോൾ കുറേശ്ശെ ഇടാറുള്ളൂ, കുറേ ഇട്ട് വെക്കാറില്ല. അതിപ്പോൾ നമ്മുടെ സീസൺ സമയമാണല്ലോ മാങ്ങയുടെ. അപ്പോൾ നമുക്ക് അതേ ചീഞ്ചട്ടിയിൽ തന്നെ എണ്ണ താളിക്കാം കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു പകുതി ഭാഗത്തോളം തന്നെ ഒഴിക്കുന്നുള്ളൂ, അതിനുള്ള അച്ചാറൊക്കെ തന്നെയുള്ളൂ. കടുകും വേപ്പിൻ്റെ ഇല വറ്റൽമുളക് നമുക്കറിയാലോ. അപ്പോൾ അതെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്നു. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടാം. നിങ്ങളെങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കണേന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊന്നും ഇടാറൊന്നുമില്ല. ഇന്ന് ഞാനിപ്പോൾ അത് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൽ കൂടെ ഇടാം, ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. കടുക് പൊട്ടിയപ്പോൾ അതിൽ കൂടെ ഈ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇട്ടു കിട്ടാം. അപ്പോൾ ഒന്ന് മരത്തിൻ്റെ തവി ഒക്കെ, നമ്മൾ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ അച്ചാറൊക്കെ ഇടുമ്പോൾ മരത്തിൻ്റെ തവിയൊക്കെയാണ് നല്ലത്, അതുപോലെ മറ്റേ ഇതൊക്കെ. അപ്പോൾ ഞാനങ്ങനെ അതിൽ അച്ചാറെടുത്തിട്ട് വരാം, അച്ചാറിടാം. പിന്നെ ഇത്തിരി ചൂടുള്ള വെള്ളമല്ല, ചൂടുവെള്ളത്തിന് ആറാൻ വയ്ക്കുക, തണുക്കാൻ വയ്ക്കുക. ആ ഒരു ഇത്തിരിയും കൂടി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഞാൻ കപ്പിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചാറിട്ടതിന് ശേഷം നമുക്ക് ആ ചൂടുവെള്ളത്തിൽ നിന്ന് കുറച്ചും കൂടി അതിലേക്ക് മിക്സ് ആക്കാമല്ലോ. എന്താണെന്ന് വെച്ചാൽ അതോടെ ആ ബൗളൊക്കെ ഒന്ന് കഴുകിയിട്ടും പിന്നെ നമുക്ക് ഒരു ഇത്തിരി വെള്ളം വേണം. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ പുളി ഞാൻ പറഞ്ഞില്ലേ, ഇത്തിരി പഴുപ്പാവാറായ ഒരു മാങ്ങ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇത്തിരി പുളി നിന്നാൽ നാശാവാതിരിക്കുകയും ചെയ്യും. പിന്നെ ആ മാങ്ങയുടെ മധുരിപ്പും മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ശുർക്ക ഗ്യാസുമ്മ വയ്ക്കുന്നുണ്ട് കേട്ടോ. ശുർക്കയൊക്കെ ഒഴിക്കുക നമ്മൾ ചൂടാക്കിയിട്ട്, അത് തണുത്താറിയതിന് ശേഷമാണ് അത് ഒഴിക്കുക. അച്ചാർ ഉപ്പൊക്കെ നോക്കിയതാണ്, ഉപ്പൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. എന്നാലും ഇപ്പം ഇത്തിരി ഉപ്പ് കുറവ് പോലെ. അപ്പോൾ ഇത്തിരി കൂടി ഉപ്പിടാമെന്ന് വെച്ചു.
എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഉപ്പ് കൂടുതൽ നിൽക്കണം അച്ചാറിലൊക്കെയല്ലോ. അപ്പോൾ അങ്ങനെ അതിട്ട് ഇളക്കി നമുക്ക് ഇനി ആ ചൂടാറിയതിന് ശേഷമാണ് ഇതും കൂടി ഒഴിക്കണം, ശർക്കരയും കൂടി ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഗ്രേവിയൊക്കെ നമ്മുടെ എണ്ണയൊക്കെ അതിൽ മിക്സായി എണ്ണയൊക്കെ പൊന്തി നിൽക്കണ ആ ഒരു പരുവാവും. അപ്പോൾ ഞാനിത് ശർക്കരയും കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, ഇത്തിരി ഇതിനനുസരിച്ച് കൂടുതലാക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് തന്നെ ആക്കണമെന്നുള്ളൂ. ഇതിപ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്കും തീരും. അപ്പോൾ എടുത്ത് വെക്കണതൊന്നല്ലല്ലോ, അപ്പോൾ അത്രയ്ക്കും ശർക്കര മതി. അപ്പോൾ ഇതാണ് എൻ്റെ അച്ചാർ. ഇനി കുറച്ച് നേരം ഇരുന്ന എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ സുന്ദരക്കുട്ടപ്പനാവും. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് അച്ചാറൊക്കെ ഇടാറെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ കുപ്പിയിലാക്കി വയ്ക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണേ, അടിപൊളിയാണ്.